ഹലോ അസ്സാം വലൈക്കും അഹ്ലം ബിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ UGC നെറ്റിലെ ഇമ്രുൽ ഖൈസിനെ കുറിച്ചിട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് ഡിസ്കസ് ചെയ്തു. ഇനി ഇൻഷാല്ല ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സുഹൈർ ബിൻ അബി സൽമ, അദ്ദേഹം മുഅല്ലഖാത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ഷായറുൽ മുഅല്ലഖാത്തിൽപ്പെട്ടിട്ടുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചിട്ട് UGC നെറ്റിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ അതിന് മുമ്പ് നമുക്കറിയാം ഇമ്രുൽ ഖൈസിനെ വെച്ചിട്ട് സുഹൈർ ബിൻ അബി സൽമയെ കുറിച്ച് വന്ന ക്വസ്റ്റ്യൻസ് താരതമ്യം ചെയ്യുന്ന സമയത്ത് ഇമ്രുൽ ഖൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഫസ്റ്റ് ക്ലാസ്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻ അദ്ദേഹത്തെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചില സമയങ്ങളിൽ വന്നിട്ടുണ്ട്. പക്ഷേ സുഹൈർ ബിൻ അബി സൽമയെ കുറിച്ചിട്ട് നോക്കുന്ന സമയത്ത് കൂടുതൽ ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, കുറഞ്ഞ തരത്തിലുള്ള ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ അത് വിചാരിച്ചിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യരുത്. പക്ഷേ സുഹൈർ ബിൻ അബി സൽമയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് വളരെ കുറഞ്ഞിട്ടേ പഠിക്കാനുള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് വരുന്ന ആൻസേഴ്സ് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാനും പറ്റും. അതോടൊപ്പം ഇമ്രുൽ ഖൈസിനൊക്കെ കുറിച്ചിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചു നമുക്ക് അറിയാത്തതാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്ഷനിൽ സുഹൈറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും എന്താ അദ്ദേഹത്തെയൊക്കെ അവോയ്ഡ് ചെയ്യാം. ഇത് സുഹൈർ ബിൻ അബി സൽമയെ കുറിച്ചിട്ടല്ല, അങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കുന്ന ആളുകളെ കുറിച്ചിട്ട് നമ്മൾ ഒരുപാട് പഠിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ പഠിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ളത് അവർ ചോദിക്കും. അപ്പോൾ അവിടെ ഒരു എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറയുന്നത് കുറഞ്ഞ ഡീറ്റെയിൽസ് ഉള്ള ആളുകളെ നന്നായി പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് ഷുവറാണ് അവരല്ല എന്നുള്ളത്. അപ്പോൾ അവരെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റും. അത് ചെറിയൊരു ട്രിക്കാണ്, ചില സമയങ്ങളിൽ നമുക്ക് വർക്കൗട്ടായി കിട്ടും. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ചോദിച്ചിട്ടുള്ളത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഉലിദ വമാത ഫി നജ്ദ്, നജ്ദിൽ ജനിക്കുകയും മരിക്കുകയും ചെയ്തിട്ടുള്ളത് ആരാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇമ്രുൽ ഖൈസ് അല്ല, അദ്ദേഹം ജനിച്ചിട്ടുള്ളത് എവിടെയാണ്? നജ്ദിലാണ്. പക്ഷെ മരിക്കുന്നത് റോമിലെ അൻഖറയിൽ വെച്ചിട്ടാണ്. പിന്നെ അൽ-ആയിഷ, ത്വറഫത്ത് ബിൻ അബ്ദ്, സുഹൈർ ബിൻ അബി സൽമ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാ ഇമ്രുൽ ഖൈസ് നജ്ദിൽ ജനിക്കുകയും റോമിലെ അൻഖറയിൽ മരിക്കുകയും ചെയ്തു. അൽ-ആയിഷ റിയാദിലെ മൻഫൂഹയിലാണ് ജനിക്കുന്നതും മരിക്കുന്നതും. അതുപോലെ ത്വറഫത്ത് ബിൻ അൽ അബ്ദ് ബഹ്റൈനിലാണ് ജനിക്കുന്നതും മരിക്കുന്നതും. ഈ ആയിഷ, ത്വറഫത്ത് ബിൻ അൽ അബ്ദ് ഒന്നും ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ NTA ഇറക്കിയിട്ടുള്ള സിലബസിൽ പഠിക്കാനില്ല. പക്ഷേ ബൈ ചാൻസ് അവയൊക്കെ വരാൻ സാധ്യത ഉണ്ട്. ദെൻ സുഹൈർ ബിൻ അബി സൽമ, അദ്ദേഹം ജനിക്കുന്നതും മരിക്കുന്നതും നജ്ദിൽ വെച്ചിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അൽ ഹൗലിയാത്ത് മൻസൂബ ഇല. ഓക്കെ, എന്താ ഈ ഹൗലിയാത്ത് എന്ന് പറയുന്നത്? ഒരു കവിതകൾക്കാണ് ഹൗലിയാത്ത് എന്ന് പറയുന്നത്. സുഹൈർ ബിൻ അബി സൽമയുടെ കവിതകൾക്ക് അദ്ദേഹം വിളിച്ചിരുന്ന പേര്, എല്ലാവരും വിളിച്ചിരുന്ന പേര് ഹൗലിയാത്ത് എന്നുള്ളതായിരുന്നു. ഓക്കെ, സുഹൈർ ബിൻ അബി സൽമയുടെ കവിതകൾക്ക് ഹൗലിയാത്ത് എന്നാണ് വിളിച്ചിരുന്നത്. അതിന് കാരണം എന്താണ്? ഹൗല് എന്ന് പറഞ്ഞാൽ ഒരു വർഷം, ഒരു കംപ്ലീറ്റ് ആ ഒരു കാലഘട്ടം എന്നുള്ളതിനെയാണ് ഹൗല് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ കവിതകൾ ഹൗലിയാത്ത് എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടാൻ കാരണം? ഇദ്ദേഹം 4 മാസക്കാലം എടുത്തിട്ട് കവിത രചിക്കും. അതിനുശേഷം അടുത്ത 4 മാസം അദ്ദേഹം തന്നെ അതിലെ തെറ്റുകൾ തിരുത്തും. എന്നിട്ട് അടുത്ത 4 മാസം അദ്ദേഹം എന്ത് ചെയ്യും? വലിയ വലിയ ആളുകളുടെ അടുത്ത് കൊണ്ടുപോയിട്ട് അതിലെ തെറ്റുകളൊക്കെ നന്നായിട്ട് പ്രൂഫ് ചെക്ക് എടുക്കും. അങ്ങനെ 12 മാസം, ഒരു വർഷം, ഒരു ഹൗല് കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിന്റെ ഒരു കവിത പുറത്തിറങ്ങുന്നത്. അപ്പോൾ അതിൽ ഒരു തെറ്റും ഉണ്ടായിരിക്കില്ല. അത്രക്കും പെർഫെക്ഷനിലാണ് അദ്ദേഹം ഓരോ കവിതകളും ഇറക്കിയിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കവിതകളൊക്കെ തന്നെ ഹൗലിയാത്ത് എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം. ഓക്കെ, അടുത്തത് യുത്ലഖു അലൈഹി അബീദു ഷ്യാർ. താഴത്ത് നിന്ന് ഏത് ആളെയാണ് അബീദു ഷ്യാർ എന്ന് വിളിക്കുന്നത്? എന്താ അബീദു ഷ്യാർ എന്ന് പറഞ്ഞാൽ? അബീദു ഷ്യാർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കവിത എഴുതി കഴിഞ്ഞാൽ അതിലെ തെറ്റുകളൊക്കെ തിരുത്തി അതിൽ ആവശ്യമില്ലാത്തത് ഒഴിവാക്കി. ചില ആളുകൾ നേരെ ഇപ്പോൾ നമ്മുടെ അബുലാത്താഹിയൊക്കെ തൻ്റെ വായിൽ എന്താണോ വരുന്നത് അത് നേരെ അങ്ങോട്ട് വിളിച്ചു പറയാണ് ചെയ്തിരുന്നത്. അതിലെ അറൂലിലെ നിയമങ്ങളൊന്നും ചിലപ്പോൾ ശരിയാവാറില്ല. പക്ഷേ അബീദു ഷ്യാർ എന്ന് പറയുന്നവർ, ഈ വിഭാഗത്തിൽ പെടുന്ന ആളുകൾ, അവർ കവിത എഴുതുകയും അതിലെ മാക്സിമം തെറ്റുകൾ എല്ലാം വെട്ടിക്കുറച്ച് ആഡ് ചെയ്യേണ്ടടുത്ത് ആഡ് ചെയ്ത് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കി അതിനെ ഏറ്റവും പെർഫെക്ഷനിലായ രൂപത്തിലേക്ക് ഇറക്കാൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടുള്ള കവികളെയാണ് അബീദു ഷ്യാർ എന്ന് പറയുന്നത്.
അപ്പോൾ അബീദ് ഷെറിൽ പെട്ടിട്ടുള്ള ആളാണ് സുഹൈറുബിനു അബി സൽമ. അദ്ദേഹം എത്രത്തോളം ദിഖത്ത് കാണിച്ചിരുന്നു എന്നാണ് മുമ്പ് പറഞ്ഞത്. 4 മാസം എഴുതി 4 മാസം ഇരുന്നിട്ടാണ് അതിൽ തെറ്റ് തിരുത്തുന്നത്. പിന്നെ ഒരു 4 മാസം എടുത്തിട്ട് അടുത്ത വലിയ വലിയ ആളുകളുടെ അടുത്ത് പോയിട്ട് തെറ്റ് തിരുത്തിയിട്ട് 1 വർഷം എടുത്തിട്ടാണ് ഒരു കവിത എഴുതുന്നത്. അപ്പോൾ അങ്ങനെ സൂക്ഷ്മത പാലിക്കുന്ന ആളുകളെയാണ് അബീദു ഷെർ എന്ന് പറയുന്നത്. സുഹൈറുബിന് അബി സൽമക്ക് പുറമെ വളരെ ഫേമസ് ആയിട്ടുള്ള 2 അബീദു ഷെറുകളും കൂടി പരിചയപ്പെടുത്താം. ഒന്ന് അൽ ഹുത്തൈഅ. ഹുത്തൈഅ എന്ന് പറഞ്ഞാൽ മുഹല്ലറമി കവിയാണ്. ഓക്കെ, ഷായറുൻ മുഹല്ലറമി ആണ്. അൽ ഹുത്തൈഅ അബീദു ഷെറിന്റെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അഷായറുൽ അബ്ബസി അബു നവാസ്. ഓക്കെ, അബു നുവാസ് അദ്ദേഹവും എന്താണ് അബീദു ഷെർ എന്നറിയപ്പെടുന്നുണ്ട്. ഇദ്ദേഹം ഒരുപാട് കവിത എഴുതി പിന്നെ ആ പേപ്പർ വലിച്ചെറിയുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും ഇരുന്ന് പെർഫെക്ഷനിലേക്ക് ആക്കിയതുകൊണ്ട് വളരെ കുറഞ്ഞ കവിതകളേ ഉള്ളൂ, പക്ഷെ ഉള്ളത് ഭയങ്കര പെർഫെക്റ്റ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ അബീദു ഷെർ എന്നുള്ള വിഭാഗത്തിൽ വരുന്നവരാണ്. പിന്നെ സുഹൈറുബിൻ അബി സൽമ ഇദ്ദേഹത്തിന് അബീദ് ഷെർ എന്നതിന് പുറമെ കുറച്ച് പേരുകൾ കൂടിയുണ്ട്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യനിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരുന്ന സ്ഥലങ്ങളാണ്. ഒന്ന് ഷായിർ ഷാറ, കവികളുടെ കവി. ഉമർബിനുൽ ഖത്താബ്, ഖലീഫ ഉമർബിനുൽ ഖത്താബ് സുഹൈറുബിൻ അബി സൽമയെ വിശേഷിപ്പിച്ചത് ഷായിർ ഷാറ. അദ്ദേഹം കവികളുടെ കവിയാണ്, അത്രയും ക്വാളിറ്റി ഉള്ള ആളാണ് എന്നാണ് പറഞ്ഞത്. അവിടെ പിന്നെ അമീർ ഷാറ എന്ന് പറയുന്ന ആരാണ്? ഇമ്രുൽ ഖൈസ് ആണ്. ഷായിർ ഷാറ എന്ന് പറയുന്നത് സുഹൈറുബിൻ അബി സൽമയാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ മറ്റൊരു ഇതാണ് ഷായിറുൽ ഹിക്മ, തത്വങ്ങളുടെ കവി എന്ന് അദ്ദേഹത്തെ പറയുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ മുഅല്ലഖയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അദ്ദേഹം ഒരുപാട് ഹിക്മത്തുകൾ തന്റെ മുഅല്ലഖയിലൂടെ പറയുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ ഷായിറുൽ ഹിക്മ എന്ന് പറയും. അതുപോലെ തന്നെ ഷായിറുസ്സലാം, സമാധാനത്തിന്റെ കവി എന്ന് പറയുന്നു. ഇദ്ദേഹം വളരെയധികം സമാധാനം ഇഷ്ടപ്പെടുന്നതും ആളുകൾക്കിടയിൽ സമാധാനം ഉണ്ടാവാൻ വേണ്ടി അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നൊക്കെ ആയിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മുഅല്ലഖയൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഹറമുബിന് സിനാൻ ഹാരിസുബിന് ഔഫ്, 2 ആളുകൾ വഴിയെ നമ്മൾ പറയും. അബ്സ് ദുബിയാന് ഗോത്രങ്ങൾക്കിടയിൽ യുദ്ധമൊക്കെ ഉണ്ടായ സമയത്ത് അതിൽ സുൽഹ ചെയ്തിട്ടുള്ള ആളുകളാണ് ഇവര്. അപ്പൊ അവരെയൊക്കെ ഭയങ്കര മദ്ഹ് ചെയ്തിട്ട് ഇദ്ദേഹം ഭയങ്കര സമാധാനപ്രിയനായിരുന്നു. അപ്പൊ സമാധാനം കൊണ്ടുവന്ന ആളുകളെയൊക്കെ ഭയങ്കര മദ്ഹ് ചെയ്തിട്ടൊക്കെ അദ്ദേഹം എഴുതാറുണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ കവിതകളിലും ഈ സമാധാനത്തിനൊക്കെ കുറിച്ചിട്ടാണ് കൂടുതൽ പറയുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹം ഷായിറുസ്സലാം എന്നറിയപ്പെടുന്നത്. പിന്നെ സാഹിബുൽ ഹൗലിയാത്ത് നേരത്തെ വിശദീകരിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, കാന സുഹൈറുബിൻ അബി സൽമ അത്ലഖ അല കിബാരി ഖസ്വാഇദിഹി അൽ ഹൗലിയാത്ത്. വീണ്ടും ചോദിച്ചു. 2016 ജൂലൈയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അദ്ദേഹത്തിന്റെ വലിയ കവിതകളെയൊക്കെ അദ്ദേഹം ഹൗലിയാത്ത് എന്ന് പറയും. അദ്ദേഹത്തിന്റെ വലിയ കവിതകളൊക്കെ ഈ ഒരു 4 മാസം ഇരുന്ന് എഴുതി തെറ്റ് തിരുത്തി വലിയ ആളുകളുടെ അടുത്ത് കൊണ്ടുപോയി അത്രയും പെർഫെക്ഷനിലാണ് ഇറക്കുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ശ്രദ്ധിക്കണം. ഇദ്ദേഹത്തിന്റെ കവിതകളെ ഹൗലിയാത്ത് എന്ന് വിളിച്ചിട്ടുള്ളത് സുഹൈറുബിൻ അബി സൽമ തന്നെയാണ്. കാരണം സുഹൈറുബിൻ അബി സൽമ അത്തുലഖ അല കിബാരി ഖസ്വാഇദിഹി, തന്റെ വലിയ കവിതകളെ ഹൗലിയാത്ത് എന്ന് വിളിച്ച് സുഹൈറുബിൻ സൽമ വിളിച്ചിരുന്നു. ഖാലഹു, അത് ആര് പറഞ്ഞതാണ്? ഇബ്നു ഖുതൈബ, അൽ ജാഹിൽ, അൽ അസ്മായി, അന്നാബിഅത്തു ദുബിയാനി. ഇതിൽ ആര് പറഞ്ഞതാണ്? അൽ അസ്മായി നമുക്കറിയാം. അദ്ദേഹം താരിഖുൽ അദബ്, അദബിന്റെ സാഹിത്യ ചരിത്രത്തെ കുറിച്ച് എഴുതിയിട്ടുള്ള ആളാണ് അസ്മായി. അദ്ദേഹത്തിന്റെ ഒരുപാട് ഇതേ രീതിയിലുള്ള കോട്ടിങ്സ് ഒക്കെ നമ്മുടെ സയ്യാത്തിലും അതുപോലെ തന്നെ നഫഖുരി അതുപോലെയുള്ള ഉമ്മഹത്തുൽ കുതുബിലൊക്കെ തന്നെ കാണാൻ പറ്റും. അപ്പൊ അൽ അസ്മായി പറഞ്ഞിട്ടുള്ളതാണ് ഇത്. ഇപ്പോൾ NTA ചോദിക്കുന്നത് ഇത്രയും കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അത് ആര് പറഞ്ഞു? നമുക്കറിയാം ഹൗലിയാത്ത് എന്നാണ് വിളിക്കാറുള്ളത്. സുഹൈറുബിൻ അബി സൽമന്റെ കവിതകളാണ്, അത്രേ നമുക്കറിയുള്ളൂ. പക്ഷെ അത് ആരാ വിളിച്ചത്? സുഹൈറുബിൻ അബി സൽമ തന്നെയാണ് വിളിച്ചത്. അത് ആരാ അങ്ങനെ പറഞ്ഞത്? അൽ അസ്മായിയാണ്. ഇത്രയും കുറച്ചും കൂടെ ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് മിൻ കിബാർ ഷുഅറ ഫിൽ അസ്രിൽ ജാഹിലിയ കാലഘട്ടത്തിലെ വലിയൊരു കവിയാണ്. തൂഫിയ ഖബ്ലൽ ഹിജ്റ, അദ്ദേഹം മരണപ്പെടുന്നത് ഹിജ്റക്ക് മുമ്പാണ്.
വഖദ് അസ്ലമ വലദാഹു അദ്ദേഹത്തിന്റെ 2 ആൺമക്കള് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഈ കവി ആരാണ്? നമുക്കറിയാം സുഹൈർ ബിൻ അബി സൽമയാണ്. സുഹൈർ ബിൻ അബി സൽമ ഹിജ്റയുടെ 11 വർഷം മുമ്പ് ഹിജ്റയുടെ 11 വർഷം മുമ്പ് അദ്ദേഹം മരണപ്പെട്ടിരുന്നു. അദ്ദേഹം എന്താണ്? അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഹിജ്റയുടെ 11 വർഷം മുമ്പ് മരണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ 2 മക്കള്, എന്താ അവരുടെ പേര്? കഅബ്, ബുജൈർ. 2 കവികളാണ്. കഅബ്, ബുജൈർ 2 കവികളാണ്. കഅബ് ഇബ്നു സുഹൈർ നമുക്കറിയാം ഷായിറുൻ മുഖറമിയാണ്. അദ്ദേഹവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരൻ ബുജൈർ 2 പേരും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഇതിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത് ബുജൈർ ആണ്. രണ്ടാമതാണ് കഅബ് ഇസ്ലാം സ്വീകരിക്കുന്നത്. നമുക്ക് ആ ചരിത്രം വായിച്ചിട്ടുണ്ടാവുമല്ലോ നിങ്ങളെ. ബുജൈർ ഇസ്ലാം സ്വീകരിച്ചതിൽ കഅബിന് ഭയങ്കര ദേഷ്യം ഉണ്ടാവുകയും അദ്ദേഹം ബുജൈറിനെയും റസൂലിനെയും ആക്ഷേപിച്ചുകൊണ്ട് കവിത എഴുതി. ആ ഒരു സമയത്ത് എന്ത് ചെയ്തു? പിന്നെ റസൂല് ഇദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പ്രഖ്യാപനം ഉണ്ടാക്കിയ സമയത്ത് ഇദ്ദേഹം പിന്നീട് ഇസ്ലാമിലേക്ക് വരികയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഇസ്ലാമിലേക്ക് പ്രവേശിക്കുമ്പോൾ അദ്ദേഹം എഴുതിയിട്ടുള്ള പാട്ടാണ് ഏത്? ആ ഒരു ഖസീദയാണ് ബാനത്ത് സ്വാദ് എന്നറിയപ്പെടുന്ന ഖസീദ. ഖസീദത്തുൽ ബുർദ എന്ന പേരിലും ഇതറിയപ്പെടുന്നുണ്ട്. ഖസീദത്തുൽ ബുർദ, അതായത് നബി അദ്ദേഹം ആ ഒരു പാട്ട് നബിയെ മദഹ ഇതുകൊണ്ട് എഴുതിയപ്പോൾ നബിയുടെ ബുർദ അയച്ചിട്ട് അദ്ദേഹത്തിന് അണിയിച്ചു കൊടുത്തു. അതുകൊണ്ട് ഇത് ഖസീദത്തുൽ ബുർദ എന്നും അറിയപ്പെടാറുണ്ട്. ബാനത്ത് സ്വാദ് എന്ന് പറയുന്ന വരി വെച്ചിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്, അവരുടെ ആശിക്കത്തിനെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ കഅബിൻ്റെത്. അപ്പോൾ കിബാർ ഷുഅറ 11 വർഷം മുമ്പാണ്, ഹിജ്റയുടെ 11 വർഷം മുമ്പാണ് സുഹൈർ ബിൻ അബി സൽമ മരണപ്പെടുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അറിഞ്ഞിരിക്കൽ. അടുത്ത ക്വസ്റ്റ്യൻ, വസഫ ഉമർ റളിയല്ലാഹു അൻഹു ഷായിറൻ ഖായിലൻ ബി അന്നഹു ഷായിർ ഷുഅറ. ഉമർ റളിയല്ലാഹു അൻഹു ഒരു കവിയെ എങ്ങനെ വസ്ഫ് ചെയ്തിട്ടുണ്ട്, വർണ്ണിച്ചിട്ടുണ്ട്? അദ്ദേഹം കവികളുടെ കവിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ആരാണ്? സുഹൈർ ബിൻ അബി സൽമ. അദ്ദേഹത്തെ ഉമർ റളിയല്ലാഹു അൻഹു ആണ് വിശേഷിപ്പിച്ചത്, ഷായിർ ഷുഅറ എന്നാണ് വിശേഷിപ്പിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സുഹൈർ ബിൻ അബി സൽമ യന്തമി ഇല ഖബീല. ഇദ്ദേഹത്തിന്റെ ഗോത്രം ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അദ്ദേഹം ബനു ഐത്ഫാൻ ഗോത്രത്തിലാണ് ഇദ്ദേഹം വരുന്നത്. ബനു ഐത്ഫാനിലെ മുസൈന എന്നുള്ള സബ് ഡിവിഷനിലാണ് ഇദ്ദേഹം വരുന്നത്. മുസൈന എന്നുള്ള സബ് ഡിവിഷനിൽ ബനു ഐത്ഫാൻ ഗോത്രത്തിലാണ് സുഹൈർ ബിൻ അബി സൽമ ജനിച്ച് വളർന്നിട്ടുള്ളത്. ദെൻ ബുജൈർ ഹുവ ഇബ്നു. ബുജൈർ എന്ന് പറയുന്നത് ആരുടെ മകനാണ്? ജരീർ, സുഹൈർ, ഫറസ്ദഖ്, അഖ്തൽ. സുഹൈർ ബിൻ അബി സൽമ. സുഹൈർ ബിൻ അബി സൽമക്ക് 2 മക്കളുണ്ട്. നേരത്തെ പറഞ്ഞു ബുജൈറും കഅബും. ഇവർ 2 പേരും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സുഹൈർ ബിൻ അബി സൽമ ഉലിദ ഫി. സുഹൈർ ബിൻ അബി സൽമ ജനിച്ചിട്ടുള്ളത് സൂര്യ, ഇറാഖ്, നജ്ദ്, യമന്. നമുക്കറിയാം നജ്ദാണ്. അപ്പോൾ ഇദ്ദേഹത്തെ കുറിച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഏരിയ, പ്രധാനപ്പെട്ട ഏരിയകളൊക്കെ തന്നെ എന്താണ് ഇതിലൂടെ തന്നെ കവർ ചെയ്തു പോകും. പിന്നെ നിങ്ങൾ എന്താണ് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് സുഹൈർ ബിൻ അബി സൽമയെ കുറിച്ചിട്ട് ചരിത്ര ഗ്രന്ഥങ്ങളിലും പറയുന്നില്ല. അതുകൊണ്ട് അതൊക്കെ പഠിച്ചു വെച്ചാൽ നമുക്ക് എന്താണ് പെട്ടെന്ന് തന്നെ കറക്റ്റ് ആൻസറുകളൊക്കെ ചെയ്യാൻ പറ്റും. ദെൻ അഷാർ ഷുഅറ ഇദാ റഅബ. അതായത് എന്താണ് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, ഒരു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് കവികളിൽ ഏറ്റവും കവിതാ പ്രാവീണ്യമുള്ളത് ആർക്കാണ്? തുറഫ, ലബീദ്, സുഹൈർ, അന്നാബിയ. ആർക്കാണ്? സുഹൈർ ബിൻ അബി സൽമ. ഇതെന്താ ഇങ്ങനെ പറഞ്ഞതെന്നറിയോ? ഐന്ദമ സുഇല യൂനുസ് എന്ന് പറയുന്ന ആളോട് ചോദിച്ചു, അൻ അഷാരിന്നാസ്, ജനങ്ങളിലെ ഏറ്റവും കവിതാ പ്രാവീണ്യമുള്ളത് ആർക്കാണ് എന്നുള്ളത് യൂനുസ് എന്ന് പറയുന്ന ആളെടുത്ത് ചോദിച്ച സമയത്ത് ഒരാളെ മാത്രമല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹം 4 ആളുകളെ എടുത്തു പറഞ്ഞു. അവരുടെ 4 അവസരങ്ങളിലായിരിക്കുമ്പോഴാണ് അവർക്ക് ഏറ്റവും കവിതാ പ്രാവീണ്യം വരുന്നത്. എന്താ പറഞ്ഞത്? അഷാർ ഷുഅറ ഇദാ റക്കിബ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻസിൽ മാറി മാറി ചോദിക്കും. അഷാർ ഷുഅറ ഇദാ റക്കിബ, കയറിക്കഴിഞ്ഞാൽ കവിതയിൽ ഏറ്റവും പ്രാവീണ്യമുള്ള കവി ഇംറുൽ ഖൈസ് ആണ്. ഇദാ റക്കിബ, എന്താ ഈ ഇദാ റക്കിബ എന്ന് പറയുന്നത്? അതായത് ഈ കയറിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് വേണ്ടിയിട്ട്
യുദ്ധത്തിന് വേണ്ടിയിട്ട് കുതിരയുടെ പുറത്തേക്ക് അല്ലെങ്കിൽ നായാട്ടിന് വേണ്ടിയിട്ട് കുതിരയുടെ പുറത്തൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കവിത പറയുന്ന ആളാണ് ഇമ്രുൽ ഖൈസ്. നമുക്കറിയാം ഇമ്രുൽ ഖൈസ് അദ്ദേഹത്തിന്റെ കുതിരയൊക്കെ വർണ്ണിച്ചുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് കവിതകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അഷ്ആറു ശുഅറ ഇദാ റക്കിബ എന്നാണെങ്കിൽ ഇമ്രുൽ ഖൈസ് ആണ്. പിന്നെ അദ്ദേഹം പറയാണ് അഷ്ആറു ശുഅറ ഇദാ റായിബ, അതായത് ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് കവിത എഴുതുന്ന ആളാണ് സുഹൈർ ബിൻ അബി സൽമ. അതായത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അബ്സ് ദുബിയാൻ ഗോത്രങ്ങൾക്കിടയിൽ യുദ്ധം ഉണ്ടായ സമയത്ത് അവിടെ സുൽഹന് വേണ്ടിയിട്ട് ബനു ഇത്ഫാനിൽ നിന്ന് മുന്നോട്ട് വന്നിട്ടുള്ള ആളുകളാണ് ഹറമുബിന് സിനാനും ഹാരിസ് ബിൻ ഔഫും. അപ്പൊ ഇവര് രണ്ടുപേരെയും സുഹൈറിന് ഭയങ്കര ഇഷ്ടമായി. കാരണം സമാധാനത്തിനായിട്ട് മുന്നോട്ട് നേതൃത്വം എടുത്ത് വന്ന ആളുകളാണ്. അപ്പൊ ഇവരെയൊക്കെ വിശേഷിപ്പിച്ച് മദ്ഹ ചെയ്തുകൊണ്ട് നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മദ്ഹായിട്ട് സുഹൈർ ബിൻ അബി സൽമ എഴുതിയിട്ടുണ്ട്. അപ്പൊ സുഹൈർ ബിൻ അബി സൽമയുടെ മദ്ഹാണ് ഏറ്റവും നല്ല കവിത ആയിട്ട് പറയുന്നത്. അതുപോലെ അഷ്ആറു ശുഅറ ഇദാ റഹിബ, ഇവിടെ ശ്രദ്ധിക്കണേ, ഇവിടെ റായിബയാണ്, ഇവിടെ റഹിബയാണ്. പേടിച്ചു കഴിഞ്ഞാൽ ഖാഫ, ഭയപ്പെട്ട് കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് കവിത എഴുതുന്ന ആളാണ് അന്നാബിഅത്തു ദുബിയാനി. ഇതും യൂനുസ് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, ഇതെന്താ ഇങ്ങനെ പറയാൻ കാരണം? നാബിയാത്ത് ദുബിയാനി അന്നത്തെ നുഅ്മാൻ ഇബ്നു മൻദർ എന്ന് പറയുന്ന രാജാവിന് അദ്ദേഹത്തിന് ഭയങ്കര ഭയമായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിനെ ഭയപ്പെട്ടിട്ട് പിന്നെ അദ്ദേഹത്തിനെ തൃപ്തിപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹത്തെ കുറിച്ചിട്ട് നന്നായിട്ട് എഴുതിയിട്ടുള്ള ആളാണ് അന്നാബിയ. അപ്പോൾ നാബിയ അതിൽ എഴുതിയിട്ടുള്ള കവിതകളാണ് അൽ ഇഅ്തിദാരിയാത്ത്. ഓക്കെ, അൽ ഇഅ്തിദാരിയാത്ത് എന്നാണ് നാബിയ ഈ ഒരു നുഅ്മാൻ ഇബ്നു മൻദറിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ടൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നാബിയാത്ത് ദുബിയാനി എഴുതിയിട്ടുള്ള കവിതകളെ അൽ ഇഅ്തിദാരിയാത്ത്, നമ്മൾ ഉദ്ർ പറയുക, മാപ്പ് പറയുക എന്നുള്ള ഒരു അർത്ഥത്തിൽ ആ ഒരു താണുകേണ അപേക്ഷകളാണ് ആ കവിതകളിൽ കൂടുതലായിട്ട് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ അഷ്ആറു ശുഅറ ഇദാ ത്വരിബ, ത്വരിബ എന്ന് പറഞ്ഞാൽ ഇദാ ഫരിഹ, സന്തോഷിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പാടുന്ന ആളാണ് അൽ ആഷ, അൽ ആഷ. ഓക്കെ, അപ്പോൾ ഈ ഒരു വേർഡ്സുകൾ മറക്കരുത്. യൂനുസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തോട് അഷ്ആറുൻ നാസ് ആരാണെന്ന് ചോദിച്ച സമയത്ത് ഇദാ റക്കിബയാണെങ്കിൽ ഇമ്രുൽ ഖൈസ് ആണ്, ഇദാ റായിബയാണെങ്കിൽ സുഹൈർ ആണ്, ഇദാ റഹിബയാണെങ്കിൽ നാബിയ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് മാറിപ്പോവും. അപ്പോൾ അത് മാറിപ്പോവാതിരിക്കാൻ ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. സുഹൈർ, ഇവിടെ സുഹൈർ ഹാ വെച്ചിട്ടാണ്, അതിന് നേരെ ഓപ്പോസിറ്റ് റൈബ ഇവിടെ ഒയിന് വെച്ചിട്ടാണ്. അതേസമയം നാബിയ ഇവിടെ ഒയിന്, അദ്ദേഹത്തിന്റെ പേരിൽ ഒയിനുണ്ട്, പക്ഷെ അദ്ദേഹം റഹിബയാണ്. രണ്ടും ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, സുഹൈർ റഹിബ അല്ല, സുഹൈറിന് റൈബയാണ്, നാബിയാക്ക് ഒയിനല്ല റഹിബയാണ്. ഓക്കെ, ആ ഒരു ഒരേ രീതിയിലല്ല വരുന്നത്. ഓക്കെ, റഹിബ സുഹൈർ എന്നല്ല, റായിബ സുഹൈർ, റഹിബ നാബിയ, ഓപ്പോസിറ്റ് ആയിട്ടാണ് രണ്ടക്ഷരങ്ങളും കിടക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തെറ്റിപ്പോല. ഒരു തെറ്റിപ്പോകുന്ന ഓപ്ഷൻസ് അവരെന്തായാലും കൊടുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കാം. നെക്സ്റ്റ്, മൻ മദഹലി ഹറമുബിന് സിനാൻ. ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള ഹറമുബിന് സിനാനും മുഅല്ലഖയിൽ ഹറമുബിന് സിനാനെ മദ്ഹ് ചെയ്തിട്ടുള്ളത് ആരാണ്? നമുക്കറിയാം സുഹൈർ ബിൻ അബി സൽമ. അദ്ദേഹം ഏത് ഗോത്രാണ്? ഓക്കെ, അബ്സ് ദുബിയാൻ ഗോത്രങ്ങൾക്കിടയിൽ നടന്നിട്ടുള്ള യുദ്ധമാണ്. അവിടെ അവിടെ സുൽഹാക്കാൻ വന്നിട്ടുള്ളത്, ഇവരുടെ ഗോത്രത്തിൽ നിന്ന് സുൽഹാക്കാൻ വന്നിട്ടുള്ളത് ആരാണ്? ഹറമുബിന് സിനാനും ഹാരിസ് ബിൻ ഔഫും ആണ്. ഓക്കെ, ഹാരിസ് ബിൻ ഔഫും ഹറമുബിന് സിനാനും ആണ് ഇവരുടെ ഭാഗത്ത് നിന്നും സുൽഹാക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ മുഅല്ലഖയിൽ ഇദ്ദേഹം ഹറമുബിന് സിനാനെ നന്നായിട്ട് മദ്ഹ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യമാണ് നമ്മൾ ബേസിക്കലി പഠിക്കൽ. പക്ഷെ ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കണം. നമുക്ക് ക്വസ്റ്റ്യനിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. ഇദ്ദേഹം ഈ ഹറമുബിന് സിനാനെയും നേരത്തെ പറഞ്ഞിട്ടുള്ള ഹാരിസ് ബിൻ ഔഫിനെയും ഇദ്ദേഹം നന്നായിട്ട് മദ്ഹ് ചെയ്തു. പിന്നീട് പിന്നീട് ഇദ്ദേഹം ഹറമുബിന് സിനാനെ കൂടുതലായിട്ട് മദ്ഹ് ചെയ്യാൻ തുടങ്ങി. രണ്ടുപേരെയും തൻ്റെ കവിതകളിൽ മദ്ഹ് ചെയ്തിരുന്നു. പിന്നീട് ഹറമുബിന് സിനാൻ ഇദ്ദേഹത്തിന് നന്നായിട്ട് സമ്മാനങ്ങൾ കൊടുക്കുക, അങ്ങനെ അദ്ദേഹത്തെ കൂടുതലായിട്ട് മദ്ഹ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ പറയാണ്
പിന്നെ അപ്പോൾ ജനങ്ങൾ ഇദ്ദേഹത്തിന് ഒരുപാട് സമ്മാനങ്ങൾ ഹറം ഇങ്ങനെ കൊടുത്ത സമയത്ത് പിന്നെ ഇദ്ദേഹത്തിന് തന്നെ ലജ്ജ തോന്നാൻ തുടങ്ങി. ഇദ്ദേഹം എന്തെങ്കിലും ഒന്ന് മിണ്ടുമ്പോഴത്തേക്കും ഹറമ് വാരിക്കോരി ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാണ്, സമ്മാനങ്ങൾ കൊടുക്കാണ്. അപ്പോൾ ഇദ്ദേഹം ഇനി ഹറമിനെ ഞാൻ എന്ത് ചെയ്യില്ല, ഹറമുബിന് സിനാനെ ഞാൻ മദ്ഹ ചെയ്യൂല എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഒരു സദസ്സിലേക്ക് കയറി വന്ന സമയത്ത് അവിടെ ഹറമുബിന് സിനാനും ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അതിലേക്ക് കയറിയിട്ട് പറയാണ്, ഐമു സബാഹൻ. ഐമു സബാഹൻ എന്ന് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ് എന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലെ ഐമു സബാഹൻ ഗുഡ് മോർണിംഗ് ഇല്ലാ ഹറമൻ. ഹറമിനല്ലാത്ത എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഹറമിനെ മാത്രം അവിടെ ഒറ്റപ്പെടുത്തി. എന്നിട്ട് അദ്ദേഹം പറയാണ്, വഖൈറക്കും ഇസ്തസ്നൈതു. വഖൈറക്കും നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്ന് പറയുന്നത് ഇസ്തസ്നൈതു ഞാൻ ഒഴിവാക്കിയവന്. ഞാൻ ഒഴിവാക്കി, നിങ്ങളിൽ നിന്ന് ഒഴിവാക്കി പറഞ്ഞ ഹറമുണ്ടല്ലോ, അവനാണ് നിങ്ങളുടെ ഏറ്റവും ഉത്തമൻ. അപ്പൊ എന്തായി, അദ്ദേഹം അവരിൽ നിന്നും കുറച്ചുകൂടി ടോപ്പായിട്ടുള്ള ലെവലിലേക്ക് ഇദ്ദേഹം വീണ്ടും മദ്ഹയാണ്. അങ്ങനെ പറഞ്ഞിട്ടും മദ്ഹയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ കാല ഉമർ ബിനുൽ ഖത്താബ് മിൻ ഔലാദി ഹറം. ഈ ഹറമുബിന് സിനാന്റെ മക്കളോട് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നഹു കാന യഹ്സനു ഫീക്കും അൽ ഖൗല്. അതായത് സുഹൈറുബിൻ അബി സൽമയാണ് ഇന്നഹു കാന യഹ്സനു ഫീക്കും അൽ ഖൗല്, നിങ്ങളെ കുറിച്ചിട്ട് ഏറ്റവും നന്നായി പറഞ്ഞിട്ടുള്ളത്, ഇങ്ങനെ പറഞ്ഞതിൽ നിങ്ങളെ കുറിച്ചിട്ട് ഏറ്റവും നന്നായി പറഞ്ഞിട്ടുള്ളത് ആരാണ്, സുഹൈറുബിൻ അബി സൽമയാണ് എന്ന് ഉമർ ബിനുൽ ഖത്താബ് ഔലാദു ഹറമിനോട് പറയാണ്. ഫഖാല ഇബ്നു ഹറം. അപ്പോൾ ഹറമുബിന് സിനാന്റെ മകൻ പറഞ്ഞു, വനഹ്നു വല്ലാഹി കുന്നാ നഹ്സുനു ലഹുൽ അതാ. അള്ളാഹുവാണ് സത്യം, ഞങ്ങളാണ് അദ്ദേഹത്തിന് ഏറ്റവും നന്നായിട്ട് ഗിഫ്റ്റുകൾ ഇങ്ങനെ അതാകൾ കൊടുത്തിട്ടുള്ളത് ഞങ്ങളാണ്. അതായത് അവരുടെ ഭാഗത്തെ ഒന്ന് പൊക്കി പറഞ്ഞു. ആ സമയത്ത് ഉമർ ബിനുൽ ഖത്താബ് പറഞ്ഞിട്ടുള്ളതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങൾ അദ്ദേഹത്തിന് നൽകിയതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അതൊക്കെ പോയിട്ടുണ്ട്. അവൻ നിങ്ങൾക്ക് നൽകിയത് ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. എന്താണ് അങ്ങനെ പറഞ്ഞാല്, ഇദ്ദേഹത്തിന് ഒരുപാട് ഗിഫ്റ്റുകൾ, വസ്ത്രങ്ങളായാലും പണമായാലും ഒക്കെ കൊടുത്തിട്ടുണ്ടാകും. പക്ഷെ സുഹൈറുബിൻ അബി സൽമയുടെ കാലം കഴിയുന്നതോട് കൂടിയിട്ട് അതൊക്കെ അദ്ദേഹത്തിൽ നിന്ന് പോയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഹറമുബിൻ സിനാനെ കുറിച്ചിട്ട് മദ്ഹ ഇത് എഴുതിയ, അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ചിട്ടൊക്കെ എഴുതിയിട്ടുള്ളത് ഇപ്പോഴും നമ്മൾ വരെ എന്ത് ചെയ്യാണ്, ഇപ്പോഴും അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഉമർ ബിൻ ഖത്താബ് പറഞ്ഞത്, അവൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്താണ്, അവശേഷിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഉമർ ബിനുൽ ഖത്താബാണ് പറഞ്ഞിട്ടുള്ളത്. ഔലാദ് ഹറമിനോട് പറഞ്ഞിട്ടുള്ള ഈ വാക്കുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇമു സബാഹൻ എല്ലാ ഹറമൻ വഖൈറക്കും ഇസ്തസ്നൈതു, ഇത് പറഞ്ഞിട്ടുള്ളത് ആരാണ്, സുഹൈറുബിൻ അബി സൽമ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. നെക്സ്റ്റ്, സുഹൈറുബിൻ അബി സൽമ മദഹ ഫി മുഅല്ലഖതിഹി. സുഹൈറുബിൻ അബി സൽമ തന്റെ മുഅല്ലഖയിൽ മദ്ഹ ചെയ്തത് അൽ ഹാരിസ് ബിൻ ഔഫ് വ ഹറം ബിൻ സിനാൻ. അൽ ഹാരിസ് ബിൻ ഔഫ് വ ദുബിയാൻ, ഹറം ബിൻ സിനാൻ വാബിസ്, ഹറം ബിൻ സിനാൻ നുഅമാൻ ബിൻ മന്ദർ. ആരാണ്, അൽ ഹാരിസ് ബിൻ ഔഫ് വ ഹറം ബിൻ സിനാൻ, നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്താണ്. നെക്സ്റ്റ്, മിൻ ഷുഅറായി അൽ മുഅല്ലഖാത്തു സബഅ. 7 ഷുഅറാക്കൾ, അതായത് മുഅല്ലഖകൾ എഴുതിയിട്ടുള്ളത് 7 ആളുകളാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ചില ആളുകൾ പറയുന്നു 10 എന്ന് പറയുന്നുണ്ട്. അതിൽ 7 പെട്ടിട്ടുള്ളത് ആരാണ്, ഹസ്സാനുബിന് സാബിത്ത്, മുതമ്മിബിന് നുവൈറ, തബ്ബത്ത് ഷറ, സുഹൈറുബിൻ അബി സൽമ. നമുക്കറിയാം സുഹൈറുബിൻ അബി സൽമയാണ് വരുന്നത്. ഹസ്സാനുബിന് സാബിത്ത് എന്താണ്, ഷായിറുൻ മുഖറമിയാണ്. അതുപോലെ തന്നെ തബ്ബത്ത് ഷറാണ് പിന്നെ നമുക്കൊന്ന് പഠിക്കാനുള്ളത്. അദ്ദേഹം ഒരു ഷായിറുൻ സാലൂക്ക് അല്ലെ, ഷായിറു സാലീഖ്, കാട്ടുകള്ളന്മാർ എന്നറിയപ്പെടുന്ന ജാഹിലിയ കാലഘട്ടത്തിലെ കവിയാണ് തബ്ബത്ത് ഷറ, അഷൻഫറ എന്നൊക്കെ പറയുന്നവർ. സുഹൈറുബിൻ അബി സൽമ കാന മിൻ ഖബീല. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് സുഹൈറുബിൻ അബി സൽമ ഏത് ഗോത്രത്തിൽ നിന്നുള്ളതാണെന്നാണ്. നമുക്ക് നേരത്തെ പറഞ്ഞതാണ് ബനു ഐത്ഫാൻ ഗോത്രത്തിൽ നിന്നുള്ളതാണ് എന്നുള്ളത്. ഓക്കെ. അപ്പൊ ഇദ്ദേഹം എന്താണ്, ബനു ഐത്ഫാൻ ഗോത്രത്തിൽ നിന്നുള്ളതാണ്. ഈ ബനു ഐത്ഫാൻ പരമ്പരയുടെ 2 ഫറായികളാണ് ആര്, അബ്സും അതുപോലെ ദുബിയാൻ. നേരത്തെ പറഞ്ഞല്ലോ അബ്സ് ദുബിയാൻ ഗോത്രങ്ങള്, ഈ ബനു അബ്സ് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ബനു ഐത്ഫാന്റെ 2 ഫറകളാണ് അബ്സ് ദുബിയാൻ ഗോത്രങ്ങള്. ഇവക്കിടയിലാണ് എന്ത് സംഭവിക്കുന്നത്, ദാഹിസ് വ അബ്ര. ഓക്കെ,
ദാഹിസ് വ അബ്ര യുദ്ധം സംഭവിക്കുന്നത് അബ്സ് ദുബിയാന് ഗോത്രങ്ങൾക്കിടയിലാണ്. ഈ അബ്സ് ദുബിയാന് ബനു ഐത്തുഫാന്റെ 2 ഫറകളായിട്ട് വരുന്നതാണ്. അപ്പൊ ഇതിൽ സുൽഹ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബനു ഐത്തുഫാനിലെ ഹാരിസ് ബിൻ ഔഫും ഹറം ബിൻ സിനാനും മുന്നോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവര് സുൽഹ ഉണ്ടാക്കിയത് കൊണ്ടാണ് അവരെ കുറിച്ചിട്ട് സുഹൈർ ബിൻ അബി സൽമ എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ മുഅല്ലഖയില് മദ്ഹ് ചെയ്തിട്ട് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബന്ധം എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാനല യുആലിലു ഫിൽ കലാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യനിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതാണ്. 2020 സെപ്റ്റംബർ ലേറ്റസ്റ്റ് എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ്. كان لا يعاضل في الكلام وكان يتجنب وحشي الشعر ولم يمدح أحد إلا بما فيه. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞാൽ UGC വന്ന സമയത്തുള്ള NTA വരുന്നതിന് മുമ്പ്, അതായത് 2018 മുമ്പുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. വളരെ സിമ്പിളായിട്ട് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷേ NTA വന്നതിന് ശേഷം ക്വസ്റ്റ്യൻ്റെ സ്റ്റൈൽ ഒന്നാകെ മാറി. ഇവിടെ എന്താ ചോദിക്കുന്നത്, കാന ലാ യുആലിലു ഫിൽ കലാം. അദ്ദേഹം എന്താണ്, സംസാരത്തിൽ ഇങ്ങനെ വെറുതെ ഓവറായിട്ട് ഇങ്ങനെ സംസാരിക്കുമല്ലോ, അങ്ങനെ പറയുന്ന ഒരാളായിരുന്നില്ല. വക്കാന യതജന്നബു വഹ്ശിയു ഷഅർ. അതുപോലെ തന്നെ ഷെയറിൽ ഈ ഒറ്റപ്പെട്ട കാര്യങ്ങളിൽ നിന്നൊക്കെ അകറ്റപ്പെട്ടിട്ട്, അതായത് ഭയങ്കരമായിട്ടുള്ള ഇതൊന്നും പറയാതെ, വലം യംദഹ് അഹദുൻ ഇല്ലാ ബിമാ ഫിഹി. അദ്ദേഹം എന്ത് ചെയ്യൂല, വലം യംദഹ് അഹദുൻ, അദ്ദേഹം ഒരാളെയും മദഹ് ചെയ്യുകയില്ല, ഇല്ലാ ബിമാ ഫിഹി, അയാളിൽ ഉള്ളതല്ലാതെ. ഒരു ഇല്ലാത്ത കാര്യം ഇങ്ങനെ അയാളിലേക്ക് വെച്ച് കെട്ടി അയാളെ വെറുതെ മദഹ് ചെയ്ത് സുഖിപ്പിക്കുക, അങ്ങനെയൊന്നും ചെയ്യില്ല. അയാളിലുള്ള കാര്യം വെച്ചിട്ട് അദ്ദേഹത്തെ എന്ത് ചെയ്യുള്ളൂ, മദഹ് ചെയ്യുകയുള്ളൂ. ഖാലഹു ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് ആരെ കുറിച്ച് പറഞ്ഞതാണ്? ഹസ്സാൻ ഇബ്നു സാബിത്ത്, സുഹൈർ ഇബ്നു അബി സൽമ, അൽ മുത്തനബ്ബി, അബുൽ അല അൽ മാഇരി. നമുക്കറിയാം സുഹൈർ ഇബ്നു അബി സൽമയെ കുറിച്ചിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞിട്ടുള്ള വാക്കാണ്. പക്ഷെ അതെന്താണ്, ഇദ്ദേഹത്തിന്റെ ഒരുപാട് വിശേഷണങ്ങൾ എടുത്തിട്ടിട്ട്, അല്ലെങ്കിൽ ഒരു വലിയ ഇബാറത്ത് പറഞ്ഞത് എടുത്തിട്ടിട്ട് നേരെ ക്വസ്റ്റ്യൻ വന്നേക്കാണ്. അപ്പോൾ ഈ ഒരു രൂപത്തിലേക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ കോംപ്രിഹെൻസീവ് ലെവൽ എത്രത്തോളം ഉണ്ട് എന്ന് അളക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് NTA ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ രൂപത്തിലുള്ള നമ്മൾ ഇങ്ങനെയുള്ള കോട്ടിങ്സ് ഒക്കെ കാണുമ്പോൾ നമ്മളത് സ്കിപ്പ് ചെയ്തിട്ട് അവരെവിടെ ജനിച്ചു, എന്ത് മരിച്ചു, ഏതൊക്കെയാണ് അവരുടെ മക്കൾ, ഇതൊക്കെ ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ടാണ് നേരെ പോവല്. അപ്പോൾ ആ ഒരു രീതിയിലുള്ളത് പോയിട്ട് അവരുടെ വ്യക്തി ജീവിതത്തെ കുറിച്ചിട്ട് പല ആളുകളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും, അവരുടെ സാഹിത്യ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. ആ കോട്ടിങ്സ് ഒക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം. കാരണം അവരുടെ ക്വാളിറ്റീസ് പറഞ്ഞുകൊണ്ട്, സ്വഭാവ സവിശേഷതകൾ പറഞ്ഞുകൊണ്ട് അതാരാണ് എന്ന് സെലക്ട് ചെയ്യാനാണ് ഇപ്പോൾ അധിക ക്വസ്റ്റ്യനും കണ്ടുവരുന്നത്. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള കറക്റ്റായിട്ടുള്ള ധാരണ എപ്പോഴും ഉണ്ടാക്കി വെക്കണം. ഇപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബാണ് സുഹൈർ ഇബ്നു അബി സൽമയെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു കോട്ടിങ് പറഞ്ഞിട്ടുള്ളത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ വസഫ ഉമർ ഇബ്നുൽ ഖത്താബ് അഷ്ശാഇറുൽ ജാഹിലി ബി അന്നഹു ഷായിറു ഷാറ. ഇതുവരെ നമുക്കറിയാം UGC ചോദിച്ചിരുന്നത് എന്താണ്, ഷായിർ ഷാറ ആരാണ്, അത് ആര് പറഞ്ഞതാണ്, ഇത്രേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ അവിടെ നിന്ന് മറ്റേ കോട്ടിങ് തുടങ്ങാണ്. പക്ഷെ അത് ഇതുവരെ ക്വസ്റ്റ്യനിൽ വന്നിട്ടില്ല. ബട്ട് NTA വന്നതിന് ശേഷം എന്താണ്, അവർ ആ ഭാഗം കട്ട് ചെയ്തിട്ട് ഈ ഭാഗം മുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു തുടങ്ങി. അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളതൊക്കെ എന്താണ് ചെറിയ ചെറിയ എക്സാമുകളിലാണ് ഇപ്പോൾ ചോദിക്കാറ്. UGC ഇങ്ങനെയുള്ള ലോങ് സെന്റൻസിലേക്ക് പോയി. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞതിന്റെ ബാക്കിയാണിത്. വലാ യുആലിലു ഫിൽ കലാം, അദ്ദേഹം സംസാരത്തിൽ കൂടുതലാക്കാറില്ല. പിന്നെ ഇങ്ങനെ വന്നിട്ട് എന്താണ്, അദ്ദേഹം ഒരാളിൽ ഉള്ളതല്ലാത്ത മദഹ് ചെയ്യാറില്ല എന്നൊക്കെ പറയുന്ന ആ നേരത്തെ പറഞ്ഞ സെന്റൻസ് ആണ് അതിന്റെ ബാക്കിയായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് സുഹൈർ ഇബ്നു അബി സൽമയെ കുറിച്ചിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ യഖൂലൂൻ, ചില ആളുകൾ പറയുന്നുണ്ട്, ഇന്നൽ അഹ്സന ഫിഷാർ, കവിതയിൽ എന്താണ് ഏറ്റവും നല്ല കവിത, വൽ അബാദ് അൻ സഖ്, അതായത് ഒരാളുടെ കവിതയെ കുറിച്ച് താഴെ 4 ആളെ തന്നിട്ടുണ്ട്. ഇതിൽ ഒരാളുടെ കവിതയെ കുറിച്ചിട്ട് ആളുകൾ പറയുന്ന അഭിപ്രായമാണ് ഇന്നൽ അഹ്സന ഫിഷാർ, കവിതകളിലെ ഏറ്റവും നല്ല കവിതയാണത്. വൽ അബാദ് അൻ സഖ്ഫ്, സഖ്ഫ് എന്ന് പറഞ്ഞാൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയാ, അതിൽ നിന്ന് വളരെ വിദൂരമാണ്, അതായത് മോശമായ കാര്യങ്ങളൊന്നും ആ കവിതയിൽ പറയൂല. വൽ അജ്മഅ ലിൽ കസീരി മിനൽ മആനി ഫി ഖലീൽ മിനൽ അൽഫാദ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്, കുറഞ്ഞ വാക്കുകളിൽ കൂടുതൽ ആശയങ്ങൾ ഉണ്ടായിരിക്കും.
ഈ ഒരു ക്വാളിറ്റി ഇതിൽ ആരുടെ കവിതക്കാണ് ഉള്ളത്? അപ്പോൾ ഓരോരുത്തരുടെയും കവിത എങ്ങനെയായിരുന്നു, അതിൻ്റെ ക്വാളിറ്റീസ് എങ്ങനെയായിരുന്നു, അത് നമ്മൾ വായിച്ചിട്ട് നമ്മൾ കണ്ടെത്തേണ്ട ആവശ്യമില്ല. പക്ഷെ അത് ഓരോരുത്തരുടെയും സാഹിത്യം എങ്ങനെയായിരുന്നു എന്നുള്ളത് കറക്റ്റായിട്ട് സയ്യാത്തും മറ്റു ബുക്കുകളൊക്കെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ കവിതകളിൽ ഏറ്റവും നല്ല കവിതയും തീരെ മോശമായ കാര്യങ്ങൾ പറയാത്തതും അതുപോലെ കുറഞ്ഞ വാക്കുകളിൽ കൂടുതൽ ആശയം ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ടാണ് സുഹൈർ ബിൻ അബി സൽമയുടെ കവിതകളൊക്കെ തന്നെ ഇദ്ദേഹത്തെ എന്ത് പറയുന്നത്? ഷായിറുൽ ഹിക്മ, തത്വങ്ങൾ. നമുക്കറിയാം തത്വങ്ങൾ പറയുന്നത് ചെറിയ വേർഡിൽ കൂടുതൽ ആശയം ഉൾക്കൊള്ളുന്നതായിരിക്കും, അധിക തത്വങ്ങളും ഉണ്ടാവുക. അതുപോലെയാണ് ഇദ്ദേഹത്തിന്റെ കവിതകളും ഒക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, മൻഹുവ ഷായിറുൽ ഹിക്മ? ആരാണ് ഷായിറുൽ ഹിക്മ? നേരത്തെ പറഞ്ഞു, സുഹൈർ ബിൻ അബി സൽമ. നെക്സ്റ്റ്, സുഹൈർ ബിൻ അബി സൽമ യൻതമി ഇലാ ഖബീല. അതൊക്കെ പഴയ കാലത്തെ ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിളായിട്ട് ചോദിച്ചിട്ടുള്ളത്. ബനു അൽ തുഫാൻ. നെക്സ്റ്റ്, ലിസാനുൽ ഫത നിസ്ഫുൻ വനിസ്ഫു ഫുആദഹു ഫലം യബഖ ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദം ഖാലഹു. ഇതൊരു മുഅല്ലഖയുടേതാണ്. ഓക്കെ, ആര് പറഞ്ഞതാ? സുഹൈർ ബിൻ അബി സൽമ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, സുഹൈർ ബിൻ അബി സൽമ പറഞ്ഞിട്ടുള്ളതാണ്. ഈ വേർഡ് മറന്നു പോരുത്. ലിസാനുൽ ഫത നിസ്ഫുൻ വനിസ്ഫു ഫുആദഹു ഫലം യബ്ഖ ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദമി. സുഹൈർ ബിൻ അബി സൽമയുടെ മുഅല്ലഖയിലുള്ളതാണ്. എന്താ പറയുന്നത്? ലിസാനുൽ ഫത, ഒരാളുടെ നാവ് എന്ന് പറയുന്നത് നിസ്ഫുൻ, പകുതിയാണ്. വൻ നിസ്ഫു ഫുആദഹു, ബാക്കി പകുതി എന്ന് പറയുന്നത് അയാളുടെ ഹൃദയമാണ്. അതായത് ഒരാൾ പറയുന്ന വാക്കിൽ പകുതി അയാളുടെ നാവിൽ നിന്ന് വരുന്നതാണ്, ബാക്കി പകുതി അയാളുടെ ഹൃദയത്തിൽ നിന്നുള്ളതാണ്. അതായത് ഒരാൾ പറയുന്നതിൽ നിന്ന് നമുക്ക് അയാൾ ആ പറഞ്ഞ ആശയം ഗ്രഹിക്കാം, അതുപോലെ അയാളുടെ മനസ്സ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഫലം യബ്ഖ, പിന്നെ ബാക്കി എന്ന് പറഞ്ഞാൽ ഇല്ല സൂറത്തുൽ ലഹ്മി വദ്ദം. അതായത് ഒരു മനുഷ്യന്റെ ശരീരം എന്ന് പറഞ്ഞാല് അയാളുടെ നാവ് ഒരു പകുതിയാണ്, അതിന് പുറമെ അയാളുടെ ഹൃദയമാണ്. ബാക്കി വെറുതെ കുറെ സൂറത്തുൽ ലഹ്മ വദ്ദം, കുറെ ഇറച്ചിയും രക്തവും മാത്രമാണ് ഒരു മനുഷ്യനുള്ളത്. ബാക്കി ഇങ്ങനെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, കവിതയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് സുഹൈർ ബിൻ അബി സൽമയാണ്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ മുഅല്ലഖ എന്ന് പറയുന്നത് മീമിയാണ്. അത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം ഒരുവിധം കവിതകളും വരുന്നത് 90% മുഅല്ലഖയിലെ വരികളാണ്. പക്ഷെ അതിന് പുറത്തുള്ളതും വരാൻ സാധ്യതയുണ്ട്. ഒന്നും അറിയില്ലെങ്കിൽ നമുക്ക് അതൊക്കെ ഉപയോഗിച്ചിട്ട് ആൻസർ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യാം. ഈ ആൻസർ തെറ്റാണ് കേട്ടോ, മാർക്ക് ചെയ്ത് തെറ്റാണ്. സുഹൈർ ബിൻ അബി സൽമയാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, മിൻ കിബാർ ഷഅറാ ഫിൽ അസ്രിൽ ജാഹിലി. ജാഹിലിയ കാലഘട്ടത്തിലെ ഒരു വലിയ കവി. തൂഫിയ ഖബലൽ ഹിജ്റ ബി 11 സന. ഹിജ്റക്ക് മുമ്പ് 11 വർഷം, ഹിജ്റയുടെ 11 വർഷം മുമ്പ് മരണപ്പെട്ടിട്ടുണ്ട്. വഖദ് അസ്ലമ വലദാഹു. അദ്ദേഹത്തിന് 2 മക്കൾ ചെയ്തിട്ടുണ്ട്, ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. 2007 ചോദിച്ചാണ്, അത് റിപ്പീറ്റ് ചെയ്ത് മുമ്പ് ഒരു വർഷം ചോദിച്ചത് നമ്മൾ കറക്റ്റ് ഡിസ്കസ് ചെയ്തതാണ്. സുഹൈർ ബിൻ അബി സൽമ. ഓക്കെ, നെക്സ്റ്റ്, മിൻ ഷറായി അൽ മുഅല്ലഖാത്തു സബ. നേരത്തെ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തേക്കാണ്. ഖുസ്ബിൻ സാദ്, അലിയുബിൻ അബി തല, സുഹൈർ ബിൻ അബി സൽമ, ജരീർ. ഇതിൽ സുഹൈർ ബിൻ അബി സൽമ. നമ്മൾ മുഅല്ലഖാത്തു സബ നിങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നോക്കുകയാണെങ്കിൽ മുഅല്ലഖാത്തു സബയിൽ പെടുന്ന 7 ആളുകളും, ചില ആളുകൾ മുഅല്ലഖാത്തുൽ അഷർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് 10 ആളുകളെയും പറയുന്നുണ്ട്. ഇനി അതിൽ തന്നെ 7-ൽ ഉൾപ്പെടുത്തിയ ആളുകളും 10-ൽ ഉൾപ്പെടുത്തിയ ആളുകളൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഇങ്ങനെ വന്നിട്ട് ഈ മുഅല്ലഖയിൽ പെടുന്ന ബാക്കി കവികളൊന്നും ഉണ്ടാവില്ല. അതാണ് നമുക്ക് അവിടെ കൺഫ്യൂഷൻ വരൂല. മുഅല്ലഖയിൽ പെടുന്ന ബാക്കി കവിതകൾ ഉണ്ടാവില്ല. കാരണം ഇവിടെ ഓപ്ഷൻ നോക്കണം. ഖുസ്ബിൻ സാദ എന്ന് പറയുന്നത് ഖതീബുൻ ജാഹിലിയാണ്. അതുപോലെ അലിയുബിൻ അബി ത്വാലിബ് ഖലീഫയാണ്. അതുപോലെ തന്നെ ഖതീബുൻ ഫിൽ അസ്രിൽ ഇസ്ലാമി. അതുപോലെ ജരീർ എന്ന് പറയുന്നത് ഷായിറുൻ ഉമവിയാണ്. അപ്പോൾ സുഹൈർ ബിൻ അബി സൽമ മാത്രമേ അവിടെ ഷായിറുൻ ജാഹിലി ആയിട്ട് വരുന്നുള്ളൂ. ജാഹിലിയ കവികൾ മാത്രമേ മുഅല്ലഖാത്തിൽ പെടുള്ളൂ. എല്ലാ കവികളും ഇല്ല കേട്ടോ. ആ ഒരു 10 ആളുകളാണ് മുഅല്ലഖാത്തിൽ ഉൾപ്പെടുന്നവർ. ദെൻ മൻ ഖായിലു ഹാദൽ ബൈത്ത്. നേരത്തെ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ലിസാനുൽ ഫത നിസ്ഫുൻ വനിസ്ഫു ഫുആദഹു ഫലം യബ്ഖ ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദമി എന്ന് പറയുന്നത് ആരുടെ വരിയാണ്? നെക്സ്റ്റ്, മൻ തഹദ്ദസ ഫി ശഅരിഹി അൻ ഹുറൂബ് ദാഹിസ് വഅബ്ര. ദാഹിസ് വഅബ്ര യുദ്ധത്തെ കുറിച്ചിട്ട് തൻ്റെ കവിതയിൽ വിശദീകരിച്ചിട്ടുള്ളത് ആരാണ്? നമുക്കറിയാം സുഹൈർ ബിൻ അബി സൽമയാണ്. ദാഹിസ് വഅബ്ര. ദാഹിസ് വഅബ്ര ആർക്കിടയിൽ നടന്ന യുദ്ധമാണ്? അബസ് വദുബിയാൻ ഗോത്രങ്ങൾക്കിടയിലുള്ളതാണ്. അബസ് വദുബിയാൻ എന്ന് പറയുന്നത് ബനു അൽ തുഫാന്റെ അണ്ടറിൽ വരുന്നവരാണ്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്.
ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് UGC ഇതുവരേക്കും സുഹൈറുബിൻ അബി സൽമയെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ ഏരിയകളാണ് പ്രധാനപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് NTA വന്നതിന് ശേഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകൾ, അതിൻ്റെ പാറ്റേൺ നിങ്ങൾക്കറിയാം, മുമ്പത്തേതിൽ നിന്നും കംപ്ലീറ്റ് അതിന് മാറ്റം വന്നിട്ടുണ്ട്. അവരുടെ ഒരു ഓവറോൾ ഐഡിയ എങ്ങനെയെന്നുള്ളത് മാത്രം അവിടെ തരും. അതിൽ നിന്ന് നമ്മൾ ആളെ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഒരാളുടെ ജനനം, മരണം, അല്ലെങ്കിൽ ജനിച്ച സ്ഥലം, മരിച്ച സ്ഥലം, ഇത് മാത്രം പഠിക്കുന്നതിന് പുറമേ ആയിട്ട് അയാളുടെ വ്യക്തി ജീവിതം എങ്ങനെയാണ്, സാഹിത്യ ജീവിതം എങ്ങനെയാണ്, ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ നോക്കിയിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. അത് സിമ്പിളാണ്. ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അയാളുടെ സ്വഭാവം എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടും നമുക്കൊന്ന് കൂടുതലുള്ള ഒരു വായന ഉണ്ടായി കഴിഞ്ഞാൽ മാത്രം മതി. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസൊക്കെ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ. എല്ലാവർക്കും നെറ്റൊക്കെ പെട്ടെന്ന് തന്നെ വാങ്ങിക്കാൻ പറ്റട്ടെ. ശുക്രൻ ലക്കും ലിഹസ്നി ഇസ്തിമാഇക്കും. അസ്സലാമു അലൈക്കും.